ഇന്നുണ്ടല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് ശില്പ എന്നാണ് ആളുടെ പേര്. ആൾ നാട്ടിൽ നിന്ന് പോയപ്പോൾ മൂന്നാർക്ക് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്കായ കൊണ്ടുവന്നിട്ടാ. അത് വെച്ചിട്ട് ചായ കുടിക്കാൻ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല, അടിപൊളി പാൽ ചായയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏലക്കായ ഇട്ട ചായ കുടിക്കാൻ കേട്ടോ. ഉണ്ണികളിൽ എന്തായാലും വാട്ടർ മെലൺ എടുത്തിട്ട് തകൃതിയായി കഴിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഫ്രൂട്ട്സിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനിപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. സംഭവം അടിപൊളിയായി. എനിക്കതേപോലെ തന്നെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി എന്തോരം പടർന്നൊന്ന് നോക്കാട്ടോ. ഞാനപ്പോൾ അത് നല്ലൊരു വെള്ളത്തിലേക്ക് നമ്മുടെ ന്യൂട്രലൈർ ഒരു കുപ്പി ഉണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് നല്ല ഭംഗിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ കിച്ചണിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നല്ല പാൽ ചായ റെഡി ആയിട്ടുണ്ട്. ചേട്ടന് ഇവിടെ കപ്പലണ്ടി മിസ്റ്റേക്ക് എടുത്ത് നിന്ന് കഴിക്കുന്നുണ്ട്. ചായ കുടിച്ച് 2 മിനിറ്റ് നേരം റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് തന്നെ വർത്താനയ്ക്കും പറഞ്ഞിരുന്ന് പിന്നെ നേരെ കിച്ചണിലേക്ക് വീണ്ടും കയറാണ് കേട്ടോ. നേരം വൈകാണല്ലോ, രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വയ്ക്കേണ്ടേ. കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. വേഗം പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു. എൻ്റെ ഉണ്ണികൾ ഓരോന്ന് വന്ന് ചോദിക്കുന്നുണ്ട്. അവരോട് ഓരോ വിശേഷങ്ങളേക്കും പറയാൻ കേട്ടോ. സ്കൂളത്തെ വിശേഷം, ടേക്ക് കെയറത്തെ വിശേഷം അതൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്ലീനായാൽ തന്നെ ഒരു പകുതി ആശ്വാസമാണ്. ആ പാത്രങ്ങളേക്കും കഴുകി വെച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിനൊരു ഭയങ്കര തൃപ്തിയാണ് കേട്ടോ. ദുബായിലത്തെ ഇന്റർനാഷണൽ സിറ്റി നമ്മുടെ ഈ ഏരിയയിലത്തെ സ്റ്റുഡിയോ ഫ്ലാറ്റുകളിലേക്ക് ഇത്രയുള്ളോട്ട് അടുക്കള, ഈ ഒരു സ്ലാബ് മാത്രമേ ഉണ്ടാവുള്ളൂ അടുക്കള കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ കേട്ടോ. അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഉണ്ണികളുടെ ഒരു പഴയൊരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ മൂടി ഇങ്ങനെ പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സ്വീറ്റ് പൊട്ടാറ്റോ അതിലേക്ക് മാറ്റി വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ആ കുപ്പിക്കും കഴുകി സ്വീറ്റ് പൊട്ടാറ്റോ അത് അതിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ വേഗം ഇന്ന് രാത്രിക്കുള്ളതിനും നാളെ ഉച്ചയ്ക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് അരി എടുത്ത് വേഗം കഴുകി അടുപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിവിടെ എന്താണെന്ന് വെച്ചാൽ രാത്രി മാത്രമേ ഇപ്പോൾ ഡ്രസ്സ് ഉണങ്ങാൻ പറ്റണല്ലോ, അഴക്കിയിട്ട് ഇടാൻ പറ്റുള്ളൂ. പുറത്തെങ്ങാനും കാലത്ത് വെച്ച് പോയി കഴിഞ്ഞാൽ പ്രാവുകൾ വെട്ടിട്ട് പണി തരും. വേഗം തുണികളൊക്കെ ഞാൻ മടക്കി വെച്ചു. പിന്നെ കാലത്ത് ഞാൻ പോണേക്കാളും മുന്നേ തന്നെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം ഓരോ തുണികളിട്ടിട്ട് ഞാൻ അഴയുമിടാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നാട്ടിലേക്ക് നമ്മുടെ മഴക്കാലത്തേക്കും വളരെ യൂസ്ഫുൾ ആയ ഒരു സംഭവമാണ് കേട്ടോ. അകത്തന്നൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണക്കാനൊക്കെ പറ്റും. നാട്ടിൽ ഒരെണ്ണം ഇതേപോലെ തന്നെ വാങ്ങണം. പിന്നെന്താ, അപ്പോഴേക്കും ഈ ചോറ് നല്ലപോലെ തിളച്ച് വന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ വേഗം പോയി ഫ്രഷായി. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളേക്ക് മരിഞ്ഞ് വെച്ച് ഒരു സിമ്പിൾ സാമ്പാർ വെച്ചു കേട്ടോ. അപ്പോൾ അത്രയുള്ള വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, താങ്ക് യു.